നമ്മൾ സാധാരണയായിട്ട് ഒരു ഇന്ത്യൻ പൗരന് നൽകുന്ന പാസ്പോർട്ടിന് നമ്മൾ ഓർഡിനറി പാസ്പോർട്ട് എന്ന് പറയും. നമുക്ക് സാധാരണയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഡീപ്പ് ബ്ലൂ ബ്ലാക്ക് കവറുള്ള പാസ്പോർട്ടിനെയാണ് നമ്മൾ ഓർഡിനറി പാസ്പോർട്ട് അല്ലെങ്കിൽ സാധാരണ പാസ്പോർട്ട് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടുള്ളത് ഒഫീഷ്യൽ പാസ്പോർട്ടാണ്, ഔദ്യോഗിക പാസ്പോർട്ട്. അതിൻ്റെ കളർ വൈറ്റ് എന്ന് പറയുന്നതാണ്. അത് ഔദ്യോഗികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഒഫീഷ്യൽ വിസിറ്റ്സിന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റു പ്രതിനിധികളോ പോകുന്ന സമയത്ത് അവർക്ക് ഒഫീഷ്യൽ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യും. പിന്നെ വരുന്നത് നയതന്ത്ര പാസ്പോർട്ടാണ്, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്. അതിൻ്റെ കളർ മെറൂൺ ആണ്. അത് ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ ഹോൾഡ് ചെയ്യുന്നവർ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഗവർണർ ഓഫ് ഇന്ത്യ, ചീഫ് മിനിസ്റ്റർ, അങ്ങനത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ ഹോൾഡ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് റാങ്ക് കൊടുത്ത് നയതന്ത്ര പരിരക്ഷണയോടെ നമ്മൾ വിദേശത്തേക്ക് അയക്കുന്നവർക്കൊക്കെ നമ്മൾ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുകൾ കൊടുക്കും. പാസ്പോർട്ടുകൾ നമ്മൾ മുതിർന്നവർക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണയായി 10 വർഷത്തേക്ക് വാലിഡിറ്റിയുള്ള പാസ്പോർട്ടുകളാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. കുട്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണയായി 5 വർഷത്തേക്കാണ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്. കാരണം കുട്ടികളുടെ മുഖത്തിൻ്റെ കാര്യങ്ങളും ഫേസ് ഫീച്ചേഴ്സൊക്കെ വളരെ പെട്ടെന്ന് മാറും. പിന്നെ 15ഉം 18ഉം വയസ്സിനിടയ്ക്കുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ 10 വർഷത്തേക്ക് ഉള്ള പാസ്പോർട്ട് എടുക്കാനുള്ള അവസരമുണ്ട്.